Hello guys, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ആക്ഷൻ ക്യാമറയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ആൾട്ടർനേറ്റ് GoPro എന്നൊക്കെ പറയാം. GoProനെ അത്രയൊന്നും വരില്ലെങ്കിലും GoPro നമ്പർ 1 ആക്ഷൻ ക്യാമറയിൽ പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഒരു ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു ആക്ഷൻ ക്യാമറയാണ് അക്കാസോ. ആ അക്കാസോൻ്റെ V50X എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് ലെവലിലുള്ള നമ്മളെ കയ്യിൽ ഒതുങ്ങാവുന്ന ബഡ്ജറ്റിനുള്ള ഒരു ആക്ഷൻ ക്യാമറയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും റിവ്യൂയിലേക്ക് കിടക്കാം. ഇതാണ് അക്കാസോ V50X. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഇടാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്, പിന്നെ ഇതിൻ്റെ റിവ്യൂ, പിന്നെ ഔട്ട്ഡോർ റിവ്യൂ, ഞാൻ ഔട്ട്ഡോർ പോയി എടുത്ത റിവ്യൂ എല്ലാം വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലൊരു മിഡ് റേഞ്ച് ലെവലിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു ആക്ഷൻ ക്യാമറയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും റിവ്യൂയിലേക്ക് കിടക്കാം. അക്കാസോ V50X. ഈ ക്യാമറ 4K റെക്കോർഡിങ് ചെയ്യാം, 30 ഫ്രെയിം പെർ സെക്കൻഡ്, പിന്നെ 131 ഫീറ്റ് ഇതാണ്, വാട്ടർ പ്രൂഫാണ്. പിന്നെ വൈഫൈ ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. അക്കാസോ ഗോ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ വഴി നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് മൊബൈലിൽ ഇതിൻ്റെ നമ്മളെ റെക്കോർഡ് ചെയ്ത വീഡിയോസ്, പിന്നെ പിക്ചർ, അതെല്ലാം നമുക്ക് ഫോണിൻ്റെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും ആ ഒരു ആപ്പ് വെച്ചിട്ട്. പിന്നെ ടച്ച് സ്ക്രീനാണ്, IPS ടച്ച് സ്ക്രീനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് വരുന്നുണ്ട്. അതും സ്പ്ലാഷ് പ്രൂഫ് റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. റിമോട്ട് ഡിസ്റ്റൻസ് 10 മീറ്റർ വരെ ഇതിൻ്റെ കിട്ടും. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ, വയർലെസ് നെറ്റ്വർക്ക്, വീഡിയോ 4K ഉണ്ട്, പിന്നെ 2.7K 30 ഫ്രെയിം പെർ സെക്കൻഡ്, പിന്നെ 1080 പിക്സൽ 90 ഫ്രെയിം പെർ സെക്കൻഡ് വരെ കിട്ടും. പിന്നെ ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ 20 മെഗാ പിക്സൽ, 12 മെഗാ പിക്സൽ, 10 മെഗാ പിക്സൽ വരെ, പിന്നെ 8 മെഗാ പിക്സലുണ്ട്. 5 മെഗാ പിക്സലും JPG ഫയലിൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോൾഡ് ഇൻക്ലൂഡ്. അത് വാട്ടർ പ്രൂഫ് അപ് ടു 131 ഫീറ്റ്. ബാറ്ററി വരുന്നത് 1350 മില്ലി ആംപിയർ ബാറ്ററി, 2 എണ്ണം ഇൻക്ലൂഡഡ് ആണ്. മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും, അതായത് ഇംഗ്ലീഷ്, പിന്നെ അതർ ലാംഗ്വേജസ് അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് micro SD HC കാർഡ്, നോർമൽ. മൗണ്ടിങ്, അക്സസറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. മൈക്രോ USB ഇൻപുട്ട്, ഔട്ട്പുട്ട് HDMI ഔട്ട്പുട്ട് ഉണ്ട്. വീഡിയോ നമുക്ക് ടി വിയിലേക്കെല്ലാം കണക്ട് ചെയ്യാം. പിന്നെ HDMI, മൈക്രോ HDMI ടു HDMI ടി വിയിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വ്യൂവിങ് ആംഗിൾ വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ അൺബോക്സിങ് ചെയ്യണം. ഇതാണ് ക്യാമറ. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കേസിങ്ങിൽ ഓൾറെഡി ഇട്ടിട്ടാണ് ഈ ക്യാമറ ഇപ്പോൾ വരുന്നത്. പിന്നെ കൂടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ചാർജിങ് കേബിളും പിന്നെ ഇതിൻ്റെ ചാർജർ യൂണിറ്റും, 2 ബാറ്ററി ഇടാനുള്ള ചാർജർ യൂണിറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ വാട്ടർ കേസിൻ്റെ, വാട്ടർ പ്രൂഫ് കേസിൻ്റെ ആ ഒരു കവർ എക്സ്ട്രാ എണ്ണം വരുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ റിമോട്ട്, സ്പ്ലാഷ് പ്രൂഫാണ് ഈ റിമോട്ട്. ഇത് നമുക്ക് ആ സ്ട്രാപ്പ് ഉണ്ട്, ആ സ്ട്രാപ്പ് ഇതിലിട്ടിട്ട് നമുക്ക് കയ്യിലെല്ലാം ഫിറ്റ് ചെയ്യാം. പിന്നെ ഈ സൈക്ലിങ്, പിന്നെ ബൈക്കിലെല്ലാം നമ്മൾ വ്ളോഗെല്ലാം എടുക്കുമ്പോൾ ഇത് വളരെ ഇതാണ്, യൂസ്ഫുള്ളാണ്. പിന്നെ അതിൻ്റെ ഓരോ സ്ട്രാപ്പ്, കാര്യങ്ങൾ, അക്സസറീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം മറ്റേ ഹെൽമെറ്റ്, പിന്നെ സൈക്കിൾ, കാര്യങ്ങൾക്കുള്ള ഇതുകളാണ്, അക്സസറീസുകളാണ് ഇതിൻ്റെ ഉള്ളത്. വേറെ
ഇത് മറ്റേ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ സൈക്കിളായാലും മോട്ടോർ ബൈക്കായാലും സാധനങ്ങളാണ് പിന്നെ കൂടെ ഉള്ളത്. ഇതെല്ലാം അക്സസറീസാണ് ഇഷ്ടംപോലെ. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാ ഒരു ബാറ്ററി അതിനുള്ളിൽ ഓൾറെഡി ഇട്ടിട്ടാണ് അവർ വരുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ്. പിന്നെ ക്യാമറ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ക്യാമറ. ഇത് വളരെ ഹാൻഡിയാണ്, കാരണം വെയിറ്റ് വളരെ ലോ വെയിറ്റും പിന്നെ ഹാൻഡി. പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റബ്ബറൈസ്ഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിന് സ്ക്രാച്ച് വരില്ല, സ്ക്രാച്ച് പ്രൂഫാണിത്. സ്ക്രാച്ച് പ്രൂഫ് ഇതാണ്. പിന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിന് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇത് തന്നെയാണ് ഈ അക്കാസോ ഈ ഒരു ക്യാമറയ്ക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലുള്ള സ്ലോട്ട് കാര്യങ്ങൾ, മൈക്രോ USB, പിന്നെ HDMI, പിന്നെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഇതിലുണ്ട്. ഇതിൽ 64 GB മെമ്മറി വരെയാണ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് സപ്പോർട്ട് ആവുന്നത്. മാക്സിമം 64 GB സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തു. Akaso V50X. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ. ഓൺ ചെയ്യുമ്പോൾ തന്നെ റെസൊല്യൂഷൻ 4K 2.7K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡ് വരുന്നത് 4Kയിൽ. പിന്നെ 2.7Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരുന്നുണ്ട്. 2Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് അവൈലബിൾ ആണ്. പിന്നെ 1080 പിക്സലിൽ 90 ഫ്രെയിം പെർ സെക്കൻഡ്, 60 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്, 30 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. HD അതായത് നോർമൽ HD 720 പിക്സലിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെ സപ്പോർട്ടാണ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഫോർമാറ്റ് JPEG വരുന്നുണ്ട്. അതിൻ്റെ പിക്ചർ ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഓണും ഓഫും. ഇമേജ് സ്റ്റെബിലൈസേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കോഡ് സ്ലോ മോഷൻ ഉണ്ട്. ഇതിൽ ഫുൾ HD 1080 പിക്സൽ 9 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. HD 720 പിക്സൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും സ്ലോ മോഷൻ റെക്കോർഡിംഗ് ആണ്. ഇതിൻ്റെ ക്യാമറ ആംഗിൾ പറയുന്നത് 170 ഡിഗ്രി, 140 ഡിഗ്രി, 110 ഡിഗ്രി, 70 ഡിഗ്രി വരെയും അതിൻ്റെ ആംഗിൾ വരുന്നുണ്ട്. 170 ഡിഗ്രിയാണ് ഇതിൻ്റെ മാക്സിമം ആംഗിൾ വരുന്നത്. പിന്നെ ഡ്രൈവിംഗ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ WDR വൈഡ് ഡൈനാമിക് റേഞ്ച് ഉണ്ട്. അതിപ്പോൾ ഓൺ ചെയ്തെങ്കിൽ ഓൺ ചെയ്യാം. പിന്നെ ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ ഉണ്ട്. ലാംഗ്വേജ്, ഡേറ്റ് ഫോർമാറ്റ് എല്ലാം നോർമലി. പിന്നെ ഈ മോഡിലാണ് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ മോഡ് എടുക്കേണ്ടത്. മോഡ് വരുമ്പോൾ വർക്കിംഗ് മോഡ്, ഫോട്ടോ, സെൽഫ് ടൈമർ, ബൾസ്റ്റ് ഫോട്ടോ, ടൈം ലാപ്സ്, വീഡിയോ, സ്ലോ മോഷൻ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കിട്ടും. അപ്പോൾ നമുക്കത് പ്രസ് ചെയ്തിട്ട് ടൈം ലാപ്സ് ഓപ്ഷനിലാണെങ്കിൽ ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ ഉള്ള കാരണം നമുക്കിപ്പോൾ ബാറ്ററി എല്ലാം സേവ് ചെയ്യാനായിട്ട് അതൊരു യൂസ്ഫുൾ ഓപ്ഷനാണ്. കാരണം നമ്മളിപ്പോൾ മറക്കുകയാണെങ്കിൽ തന്നെ ഒരു ബാറ്ററി സേവ് ഓപ്ഷൻ വരാനായിട്ട് ഈ ഒരു ഓട്ടോ പവർ ഓഫ് ഓപ്ഷൻ നല്ലൊരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിമോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി എല്ലാം ഓൾറെഡി അവർ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഓപ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഓപ്ഷനിലേക്കാണെങ്കിൽ തന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്കായി ഫോട്ടോ എടുത്തു. 20 മെഗാ പിക്സൽ ഓപ്ഷനിലാണ് ഇപ്പോൾ ഫോട്ടോ ഉള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അത് വീഡിയോയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓപ്ഷനായി. കണ്ടില്ലേ? വീഡിയോ ഓപ്ഷനായിട്ട് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഓൾറെഡി ആയിക്കൊണ്ടിരിക്കും വീഡിയോയിൽ. അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വീണ്ടും വീഡിയോ ക്ലിക്ക് ചെയ്യുക, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും. എന്നിട്ട് വീണ്ടും ഫോട്ടോ ഓപ്ഷനിലേക്ക് പോകാനാണെങ്കിൽ വീണ്ടും ഫോട്ടോ ഓപ്ഷനിൽ പോയാൽ അത് ഓട്ടോമാറ്റിക് ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞ് ഞാനിനി ഇതിൻ്റെ ഔട്ട്ഡോർ ടെസ്റ്റ് പിന്നെ സ്ലോ മോഷൻ ടെസ്റ്റിങ് ഇതെല്ലാം ഇനി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.